എടാ ദിസ് ഈസ് ഇതിൽ എടാ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ആ ഒരു ജാപ്പനീസ് പടമായിട്ടുള്ള റിമെമ്പറിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള റിമെമ്പർ ദ ലാസ്റ്റ് നൈറ്റ് എന്ന് പറഞ്ഞ പടം ഞാൻ കണ്ട്. ഇത് എനിക്ക് കമ്പാരിറ്റീവ്ലി ആ ഒരു ഫസ്റ്റ് പടത്തിനെ വെച്ച് നോക്കുമ്പോൾ അതെനിക്കൊരു ആവറേജിന് താഴെ ആയിരുന്നെങ്കിൽ ഇതെനിക്കൊരു ആവറേജിന് മേലായിട്ട് തോന്നി, ഒരു ആവറേജ് ലെവലായിട്ട് എനിക്ക് തോന്നി. ഈ പടം പറഞ്ഞു പോകണമെന്ന് വെച്ചാൽ കറക്റ്റ് ഫസ്റ്റ് എവിടെ തീരുവോ അവിടെ നിന്ന് തന്നെയാണ് സെക്കൻഡും ഇത് സ്റ്റാർട്ട് ചെയ്യണത്. അതുപോലെ തന്നെ ഫസ്റ്റിലൊരു കപ്പിൾസ് ഉണ്ട്, അവരിൽ നിന്ന് തന്നെയാണ് ഈ ഒരു കഥയും സ്റ്റാർട്ട് ചെയ്യണത്. അവർ പടത്തിൻ്റെ ഉടനീളം ഉണ്ട്, ബാക്കിയുള്ളവരൊന്നും ഇല്ലെങ്കിൽ പോലും ഇവരുടനീളമുണ്ട്. പിന്നെ പക്ഷേ ഇതിലെ മെയിൻ സെൻട്രൽ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ വേറെയാണ്. എന്ന് പറഞ്ഞാൽ ഫസ്റ്റിൽ ഒരു കൂട്ടം ഫ്രണ്ട്സ് ഇതുപോലെ ടൈം ലൂപ്പിൽ പെട്ടെന്നുണ്ടെങ്കിൽ സെക്കൻഡിൽ വേറെ കൈൻഡ് ഓഫ് ആൾക്കാരാണ്. പക്ഷേ ആ ഒരു ടൈം ലൈൻ തന്നെയാണ്, ആ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ്. പക്ഷേ 3 വർഷത്തിനപ്പുറം നടക്കുന്ന സംഭവമായിട്ടാണ് അത് പടം പറഞ്ഞു പോണത്. അതുകൊണ്ടാണ് കമ്പാരിറ്റീവ്ലി അതാണ് എനിക്ക് ഫസ്റ്റിനെ വെച്ച് നോക്കുമ്പോൾ ഇത് പിന്നെയും കുറച്ചും കൂടെ എനിക്ക് ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ 2 പോസ്റ്റ് ക്രെഡിറ്റ് സീൻസ് ഉണ്ട്. അതിൽ ഒരെണ്ണത്തിലെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പാർട്ടിലുള്ളത് തന്നെ 2 പേരാണ്. അപ്പോൾ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഉള്ളത് കൊണ്ട് തന്നെ മിക്കവാറും ഇനിയൊരു 3-ാം ഭാഗം വരുമായിരിക്കും. പിന്നെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഒരു സ്കൂളും ആ സ്കൂളിൻ്റെ പരിസരവും ചുറ്റിപ്പറ്റിയിട്ടൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ അതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ കൊള്ളാം. ലൈക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു റൈഡും പരിപാടിയൊക്കെ കണ്ടിരിക്കാനൊക്കെ ഒരു രസമുണ്ട്, ഫ്രെയിമിങ്ങും എല്ലാം ഒക്കെ കൊള്ളാം. പിന്നെ ഓഫ് കോഴ്സ് ചോരക്കളിയും പരിപാടിയും ഒക്കെ ഉണ്ട് അത്യാവശ്യം. പക്ഷേ എന്നിരുന്നാൽ പോലും ഇന്നലെ ഞാൻ കണ്ട മറ്റേ അണ്ടിൽ ഡോൺ വെച്ച് നോക്കുമ്പോൾ ആ ലെവലൊന്നുമില്ല, സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ. അപ്പം അത്രയേ ഉള്ളൂ ഈ പടത്തിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ. ഇനിയിപ്പം വരട്ടെ, ഇനി 3-ാം ഭാഗം എന്തായാലും വരുമായിരിക്കും. അപ്പം ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഈ വീഡിയോ കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അപ്പോൾ താങ്ക് യു.